ഇപ്പോൾ നമ്മൾ 6 സെക്ഷൻ എടുത്തു, താഴെ നമ്മൾ ഗൈഡ് ലൈൻ കട്ട് ചെയ്തു. നമുക്ക് റിവേഴ്സ് ഗ്രാജുവേഷൻ ചെയ്യാം. അതായത് നമ്മൾ ഗൈഡ് ലൈൻ സാധാരണ എടുക്കുന്ന എവിടെ നിന്നാണ്? താഴെ നമ്മൾ ഗൈഡ് ലൈൻ എടുക്കുന്നത്. താഴത്തേന് പകരം നമുക്ക് ഇവിടെ നിന്ന് ഗൈഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ക്ലയൻറ്റിന് ലെങ്ത് പോകാനും പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹെയർ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു കോർണറിൽ നിന്ന്, അതായത് നമ്മുടെ 3rd സെക്ഷനിൻ്റെ ഒരു കോർണറിൽ നിന്ന് നമ്മളൊരു സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? മെയിൻ ലെങ്ത് നോക്കുക. ഏതാ മെയിൻ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരിക അല്ലേ? അപ്പോൾ നമ്മുടെ 5th സെക്ഷനിൻ്റെ ഒരു കോർണറിൽ നിന്ന് സെയിം അതുപോലെ ഒരു ഹെയർ എടുക്കുക. ആ ഹെയറിന് ഈക്വൽ ആയിട്ട് നീളം ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം എടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഈക്വൽ ലെങ്ത് ആണ്. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? നേരെ 180ലേക്ക് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, 180ലേക്ക് ലിഫ്റ്റ് ചെയ്യുക. ഇതുമായിട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ അളവ് നോക്കുന്നത്. ഈ അളവ് നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് അറിയാം എവിടെയാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. ഏകദേശം ഈ മുടിയുടെ എന്റെ എവിടെയാ? ഈ മുടിയുടെ എന്റെ ഇവിടെയാണ് അല്ലെ? അതിന്റെ നേരെ ഇതിനെ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഗൈഡ് ലൈൻ. ഓക്കെ, ഇനി ഈ ഗൈഡ് ലൈൻ വെച്ച് നമുക്ക് ഇത് കട്ട് ചെയ്തൂടെ? എന്ത് ചെയ്യണം? ഈ ഗൈഡ് ലൈൻ എടുക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ എടുക്കുക. നേരെ 180ലേക്ക് ലിഫ്റ്റ് ചെയ്യുക. ഗൈഡ് ലൈൻ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, ഈ ഗൈഡ് ലൈനിലേക്ക് കട്ട് ചെയ്യാം. വേറെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് തന്നെ അടുത്ത സെക്ഷൻ ചെയ്യാം. ഓക്കെ, ਨੀ ਤੂੰ ਕਰਨੀ ਦੀ ਚਾਲ ਨੀ ਗੱਲਾਂ ਦੀ ਲਾਲੀ ਨੇ ਤੇ ਕੀਤੇ ਬੁਰੇ ਹਾਲ ਬਿੱਲੋ